പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ചർച്ച നടക്കാനിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വളരെ നിർണായകമായ ചർച്ചയാണ്. ഈ ചർച്ച പരാജയപ്പെട്ടാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് അമേരിക്ക കയറി ആക്രമിക്കുമെന്നാണ്. ഇപ്പം നിലപാടിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ആക്രമണത്തിന് ഉള്ള ബേസുകൾ കൊടുക്കാൻ സൗദി അറേബ്യയും അതുപോലെ തന്നെ UAEയും മടി കാണിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ പറയുന്നത് അങ്ങനെ വന്നാൽ ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന ആക്രമണത്തിന് പിന്തുണ നൽകും എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കയുടെ 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ ഇറാന്റെ അടുത്ത് കിടക്കുകയാണ്, മറ്റത് എത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി യുദ്ധക്കപ്പലായിട്ടുള്ള ജെറാൾഡ് ഫോർഡ് എന്ന് മാത്രമല്ല, ഈ എബ്രഹാം ലിങ്കൻ എന്ന ഇറാന് തീരത്ത് കിടക്കുന്നതിൽ 90 യുദ്ധവിമാനങ്ങളും പുതുതായിട്ട് എത്തുന്നതിൽ 75 യുദ്ധവിമാനങ്ങളുണ്ട്. എബ്രഹാം ലിങ്കനിൽ മാത്രം 6000-ഓളം പേരാണ് നാവികസേനയും മറ്റുള്ളവരായിട്ട് അതിലുള്ളത്. ഇതുകൂടാതെ ഗൾഫിലെ 8 താവളങ്ങളിലായി US സേനാ താവളങ്ങളിലായി 40,000-ഓളം സൈനികരുണ്ട്. എന്ന് മാത്രമല്ല അവര് ഇപ്പോൾ ജോർദൻ, അവിടെ അമേരിക്കയുടെ ബേസ് ഉള്ളതാണ്, അവിടേക്ക് ഫൈറ്റർ ജെറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള അനുമതിയായി ഫൈറ്റർ ജെറ്റുകൾ വരുന്നു, ഡിസ്ട്രോയേഴ്സ് വരുന്നു. ഇപ്പോൾ ജോർദൻ, സൗദിയും UAEയും പുതുതായിട്ട് ഇതിനെ അനുവദിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ മാറ്റങ്ങളെ കാണേണ്ടി വരും. വലിയ രീതിയിൽ അവർ പട കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. ഒരുപക്ഷെ ഇസ്രായേലിനെ കൊണ്ട് ആക്രമിപ്പിച്ച് പിന്നിൽ നിന്ന് പിന്തുണ നൽകുന്ന രീതിയായിരിക്കും അമേരിക്ക നടത്തുക. കാരണം അമേരിക്ക കയറി ആക്രമണത്തിന് പോയാൽ തങ്ങളൊക്കെ എതിർക്കുമെന്ന് സൗദി അറേബ്യയും ബഹ്റൈനും അതുപോലെ തന്നെ UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ അടക്കമുള്ള സഖ്യകക്ഷികളായിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അല്പം പിൻവാങ്ങേണ്ട അവസ്ഥയാണ്. അതുകൂടാതെയാണ് ചൈന ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ ഒരു തരത്തിലും അമേരിക്കയോട് ചേർന്ന് ആക്രമണത്തിന് പോകരുതെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ ഇറാനോട് നടത്തുന്ന സംസാരത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട് SKN. ഇറാനിൽ നിന്ന് ചൈനയിലേക്ക് എണ്ണ കൊടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ചൈനയെ നേരിട്ട് യുദ്ധത്തിന് വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. വെനുസ്വേലയിൽ നിന്ന് 80% കിട്ടിക്കൊണ്ടിരുന്ന ചൈനയ്ക്കാണ്, അത് തടഞ്ഞു. ഇനി ഇറാനും കൂടി തടഞ്ഞാൽ ചൈന വെറുതെ ഇരിക്കില്ല. അപ്പം ആ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ. SKN അതിനിടയിലാണ് ഇസ്രായേലും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് ഇസ്രായേലിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നു എന്ന വാർത്ത വരുന്നത്. ഫെബ്രുവരി 25-26 തീയതികളിലാണ് പ്രധാനമന്ത്രി പോകാനിരിക്കുന്ന ഐതിഹാസികമായ യാത്ര എന്ന് പറയുന്നത്. പക്ഷേ യുദ്ധം തുടങ്ങിയാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകുമോ ഇല്ലോ എന്നറിയില്ല. അതുകൊണ്ട് ഇത് വളരെ നിർണായകമായ ദിവസമാണ്. ഈ ചർച്ച പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യയിൽ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തിക്കൊണ്ടൊരു യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നാണ്